ഇനി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊരു വാർത്തയിലേക്ക് പോവുകയാണ്. ബീഹാറിൽ NDA തുടരും എന്നാണ് സി വോട്ടർ അഭിപ്രായ സർവേ. NDAക്ക് വിജയം പ്രവചിച്ച് സർവേയിൽ പങ്കെടുത്ത 40% ആളുകൾ. പ്രശാന്ത് കിഷോറിൻ്റെ ജൻ സൂരജ് സഖ്യത്തെ പിന്തുണച്ചത് 13% മാത്രമാണ്. വിവരങ്ങളുമായിട്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന് അശ്വതി കെ വാതുക്കൽ ചേരുന്നു. അശ്വതി, NDA സംബന്ധിച്ചിടത്തോളം ആശ്വാസം പകരുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. അഭിപ്രായ സർവേ അവർക്ക് അനുകൂലമാണ്. മാത്രമല്ല 40% ആളുകൾ പറഞ്ഞത് NDA അധികാരത്തിൽ തുടരും എന്നാണ്. എന്താണ് വിശദാംശങ്ങൾ അശ്വതി? ഗുഡ് മോർണിംഗ് അനിൽ നമ്പ്യാർ. ബീഹാറിൽ ഇരട്ടി കരുത്തോടെ NDA സഖ്യം തുടരുമെന്നാണ് നമ്മുടെ വിശ്വസനീയ സർവേ ആയ സി വോട്ടർ അഭിപ്രായപ്പെടുന്നത്. ജനങ്ങൾക്കിടയിൽ അഭിപ്രായമാണ് അവർ രേഖപ്പെടുത്തിയത്. അതിൽ 40% പേരും NDA അധികാരത്തിൽ വരുമെന്നാണ് അഭിപ്രായപ്പെടുത്തുന്നത്. അതുപോലെ ലാലു പ്രസാദിൻ്റെ RJDക്ക് വെറും 38% മാത്രം സാധ്യതയാണ് പ്രവചിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ബീഹാറിലെ ന്യൂ എൻട്രി പ്രശാന്ത് കിഷോറിൻ്റെ ജൻ സൂരജ് സഖ്യത്തിന് വെറും 13.3% വിജയസാധ്യത മാത്രമാണ് അതിൽ പ്രവചിക്കുന്നത്. ബീഹാറിനെ നിതീഷ് കുമാറിൻ്റെ ഭരണകാലത്ത് നമുക്കറിയാം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പ്രവർത്തനങ്ങൾ അതൊക്കെ നടത്തി നിരവധി ജനങ്ങളിൽ വളരെ മികച്ചൊരു ഭരണം കാഴ്ചവെച്ച സർക്കാരാണ് നിതീഷ് കുമാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിജയത്തിന് ഈ ഒരു പ്രവർത്തനങ്ങളൊക്കെ മുൻതൂക്കം നൽകുന്നുണ്ട്. നവംബർ 6-നും 11-നുമായി 2 ഘട്ടങ്ങളിലാണ് ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. മാത്രമല്ല ബീഹാറിൽ നിലവിലുള്ള 58% പേരിൽ 58% പേരും 25 വയസ്സിന് താഴെയുള്ള യുവാക്കളാണ്. അപ്പോൾ ഈ യുവാക്കളുടെ വോട്ടൊക്കെ ഇതിൽ നിർണായകമാകുമെന്നാണ് അനിൽ നമ്പ്യാർ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇല്ല. യെസ് അശ്വതി, എന്താ നമ്മുടെ ലാലു പ്രസാദ് യാദവിൻ്റെ RJD എന്തായാലും തൊട്ട് പിറകിലുണ്ട് അല്ലേ? കാരണം ഇത്രയും അഴിമതി നടത്തി അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ലാലു പ്രസാദ് യാദവ് മാത്രമല്ല, ആ പാർട്ടിയിൽ വലിയ ഐക്യം ഒന്നുമില്ല. പാർട്ടിക്കെതിരെ പലരും രംഗത്ത് വന്നിട്ടുണ്ട്, പാർട്ടിയിൽ നേരത്തെ പ്രവർത്തിച്ചവർ തന്നെ. അപ്പോൾ സ്വാഭാവികമായും വലിയൊരു ക്ഷീണമുണ്ടാകേണ്ടതാണ് RJDക്ക്. പക്ഷേ അശ്വതി പറഞ്ഞതുപോലെ 35% ആളുകൾ RJDയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലേ അഭിപ്രായ സർവേയിൽ? 40% പേരും NDA സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുമെന്ന് തന്നെയാണ് പ്രവചിക്കുന്നത്. കൂടുതൽ ആളുകൾ NDA അധികാരത്തിൽ എത്തുമെന്നാണ് പറയുന്നത് അഭിപ്രായ സർവേയിൽ പങ്കെടുത്തവർ. തൊട്ട പിറകിൽ ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിയുണ്ട്, RJD ഉണ്ട്. മാത്രമല്ല പ്രശാന്ത് കിഷോറിൻ്റെ ജൻ സൂരജ് സഖ്യം അത് ആദ്യമായി തെരഞ്ഞെടുപ്പ് മത്സരിക്കുകയാണ്. 13% ആളുകൾ മാത്രമാണ് ജൻ സൂരജ് സഖ്യം അധികാരത്തിലെത്തും എന്ന് അഭിപ്രായ സർവേയിലൂടെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അശ്വതി കെ വാതുക്കലാണ് വിവരങ്ങൾ നൽകിയത്.